Hi all, welcome back to AK Learning. It's me Fasil. മക്കളെ നമ്മുടെ ഓണം എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ കാണുന്നുണ്ടാവും ബാക്ക്ഗ്രൗണ്ടിൽ ബോഡി ടാഗ്. എന്താണ് ഈ ബോഡി ടാഗിന്റെ ഇമ്പോർട്ടൻസ് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് മക്കളെ ബോഡി ടാഗ് ചോദിക്കാറ്. ബോഡി ടാഗ് മാത്രമല്ല അതിന്റെ അട്രിബ്യൂട്ടും വിത്ത് എക്സാമ്പിൾ സഹിതം നിങ്ങൾ എക്സാം പേപ്പറിൽ എഴുതണം. സോ അതെന്താണെന്നുള്ളത് നമുക്ക് പെട്ടെന്നൊന്ന് ഓടിച്ചു നോക്കാം. ബോഡി ടാഗ് HTML ടാഗിന്റെ അകത്താണ് നമ്മൾ ബോഡി ടാഗ് കൊടുക്കുക. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ബോഡി ടാഗ് ഒരു കണ്ടെയ്നർ ടാഗ് ആണ്. ഓപ്പണിംഗ് ടാഗും ക്ലോസിംഗ് ടാഗും ഉള്ള ടാഗാണ് ആര്, നമ്മുടെ ബോഡി ടാഗ് എന്ന് പറയുന്നത്. സോ ആ ഒരു ബോഡി ടാഗിന്റെ അട്രിബ്യൂട്ട്സ് ആണ് വൺ ബൈ വൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട്, BG കളർ, ടെക്സ്റ്റ്, ലിങ്ക്, A ലിങ്ക്, V ലിങ്ക് ആൻഡ് ലെഫ്റ്റ് മാർജിൻ ആൻഡ് ടോപ്പ് മാർജിൻ. സോ ഇതാണ് ഇതിന്റെ അട്രിബ്യൂട്ട്സ്. ഈ അട്രിബ്യൂട്ട്സ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. സോ ഫസ്റ്റ് നമുക്ക് നോക്കാം ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജ് കൊണ്ടുവരാൻ. നമ്മുടെ വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് വെബ് പേജിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജ് കൊണ്ടുവരാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന അട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. എങ്ങനെയാന്ന് നോക്കിക്കോളൂ. ബോഡി ടാഗിന്റെ കൂടെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓപ്പണിംഗ് ടാഗിന്റെ കൂടെ തന്നെയാണ് അട്രിബ്യൂട്ട് കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ട് ഈക്വൽ ടു URL ഓഫ് ദ പിക്ചർ. എവിടെയാണോ നിങ്ങൾ ആ പിക്ചർ സേവ് ചെയ്തിട്ടുള്ളത് ആ പിക്ചറിന്റെ പേര്, ഓക്കെ, URL കൊടുക്കുക. അത്രമാത്രം മതി. ഇതാണ് എക്സാമ്പിൾ. ആൻഡ് നെക്സ്റ്റ് നമുക്കൊരു HTML കോഡ് ആയിട്ട് തന്നെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ, സ്ക്രിപ്റ്റ് ആയിട്ട് തന്നെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ HTMLന്റെ അകത്ത് ഹെഡ് ടാഗ് ഉണ്ട്. ഹെഡിനകത്ത് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എന്നുള്ള ടൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ദെൻ ഇനി ബോഡി ഓപ്പണിംഗ് ടാഗിന്റെ കൂടെ കണ്ടോ URL ആയിട്ട് sky.jpg എന്ന് പറയുന്ന URL കൊടുത്തിട്ടുണ്ട്. ദെൻ ഹലോ വെൽക്കം ടു ദ വേൾഡ് ഓഫ് വെബ് പേജ് എന്നുള്ള ഒരു ജസ്റ്റ് കണ്ടന്റ്. ദെൻ ബോഡി ടാഗ് ക്ലോസ് ചെയ്തിട്ടുണ്ട്, HTML ടാഗ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. എന്തായിരിക്കും ഇതിന്റെ റിസൾട്ട് വരിക? ഇതുപോലെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഇമേജ് വരും. ആ ഇമേജ് നമ്മൾ കൊടുത്ത ഇമേജ് ആണ് sky.jpg എന്ന് പറയുന്ന ഇമേജ് ആണ്. ദെൻ അതിനകത്ത് നമ്മൾ കണ്ടന്റ് നമ്മൾ ഹലോ വെൽക്കം ടു ദ വേൾഡ് ഓഫ് വെബ് പേജ് എന്ന് നമ്മൾ കൊടുത്തിരുന്നു. അത് അതുപോലെ വന്നിട്ടുണ്ട്. കണ്ടോ, സിമ്പിൾ ആയിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജ് കൊണ്ടുവരാൻ പറ്റും. ദെൻ BG കളർ എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ കളർ കൊണ്ടുവരാനാണ്. ബാക്ക്ഗ്രൗണ്ട് കളർ കൊണ്ടുവരാൻ BG കളർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് നമുക്ക് യൂസ് ചെയ്യാം. കണ്ടോ, ബോഡി BG കളർ ഈക്വൽ ടു ഗ്രേ. ഒരു കളറിന്റെ പേര് ഡബിൾ കോട്ട്സിനകത്ത് ഈക്വൽ ടു BG കളർ ഈക്വൽ ടു ഡബിൾ കോട്ട്സിനകത്ത് ഗ്രേ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ മാത്രമല്ല, അതായത് ഗ്രേ എന്ന് പറയുന്ന ഒരു കളർ നെയിം ഉണ്ട്. അതുപോലെ തന്നെ റെഡ് ഉണ്ട്. ഗ്രേ, റെഡ്, യെല്ലോ, ബ്ലൂ, ഗ്രീൻ എന്നൊക്കെ നിങ്ങൾക്ക് പേര് കൊടുക്കാൻ പറ്റും. അല്ലാതെ കളറിന്റെ നെയിം മാത്രമല്ല, നമുക്ക് ഹെക്സാഡെസിമൽ കോഡും കൂടെ കൊടുക്കാൻ പറ്റും. അതായത് കണ്ടോ, ഓരോ കളറിനും ഡിഫറെന്റ് കോഡുകൾ ഉണ്ട്, ഹെക്സാഡെസിമൽ കോഡുകൾ ഉണ്ട്. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്താൽ മതി, കളറിന്റെ പേര് കൊടുക്കുന്നതിന് പകരം ഈ ഒരു #FFFFF കണ്ടോ, വൈറ്റ് കളർ, അത് വൈറ്റ് ആണേ, വൈറ്റ് കളർ കിട്ടും. വൈറ്റ് കളർ നമുക്ക് ഷോ ചെയ്തു തരും. ഓക്കെ, ദെൻ വൈറ്റ് നമുക്ക് ഷോ ചെയ്തു തരും. സോ അങ്ങനെ നമുക്ക് കളർ കോഡ് കൊടുക്കാം. ഒന്നെങ്കിൽ കളറിന്റെ നെയിം കൊടുക്കാം, അല്ലെങ്കിൽ ഹെക്സാഡെസിമൽ കോഡ് കൊടുക്കാം. അതും കൂടെ സ്പെസിഫൈ ചെയ്യണം. ആൻഡ് അറിയാലോ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതുപോലെ സെപ്പറേറ്റ് സബ് ഹെഡിങ് കൊടുത്തിട്ട് തന്നെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. ടെക്സ്റ്റ് എന്താ, നമ്മൾ ആ ഒരു വെബ് പേജിൽ കൊടുക്കുന്ന, ഇപ്പൊ നേരത്തെ നമ്മൾ കണ്ടു ഹലോ വെൽക്കം ടു ദ വേൾഡ് ഓഫ് വെബ് പേജ് എന്ന് കണ്ടില്ലേ. അങ്ങനെ ബോഡിക്കകത്ത് നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റിന് ഒരു കളർ കൊടുക്കാൻ പറ്റും. കളർ നമുക്ക് കൊടുക്കാൻ പറ്റും. എങ്ങനത്തെ കളർ? ഇപ്പൊ നമ്മൾ പറഞ്ഞ കളറിന്റെ നെയിമോ അല്ലെങ്കിൽ ഹെക്സാഡെസിമൽ കോഡോ കൊടുക്കാം. ബട്ട് അത് നമ്മൾ കൊടുക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യണം, ബോഡി ടാഗിന്റെ കൂടെ ടെക്സ്റ്റ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിനകത്ത് ഒരു കളർ നെയിം കൊടുത്താൽ മതി. കണ്ടോ, യെല്ലോ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഹെക്സാഡെസിമൽ കോഡ് കൊടുക്കാം. ക്ലിയർ അല്ലേ? ആൻഡ് ലിങ്ക് ആണ് കൊടുക്കുന്നത്. ആക്ച്വലി എന്താണ് ലിങ്ക് എന്ന് പറയുന്നത്? നമ്മൾ ക്ലിക്ക് ചെയ്താൽ വേറെ സ്ഥലത്തേക്ക് പോവുക അല്ലേ, വേറെ വെബ് പേജിലേക്കോ അല്ലെങ്കിൽ വെബ്സൈറ്റിലേക്കോ പോകുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, അതൊരു ലിങ്ക് ആണെന്ന് പറയല്. അതേ സംഭവം തന്നെയാണ് ലിങ്ക്, A ലിങ്ക്, V ലിങ്ക്. സിംപിളി നമുക്ക് നോക്കാം എന്താണ് ഈ A ലിങ്ക്, V ലിങ്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ, എങ്ങനെ ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അത് ബ്ലൂ കളറിലായിരിക്കും ഉണ്ടാവുക.
സോ ദാറ്റ് ടൈപ്പ് ഓഫ് ലിങ്ക് വി ക്യാൻ കോൾ ലിങ്ക്. അതാണ് ലിങ്ക്. ഓക്കെ, ദെൻ എ ലിങ്ക് എന്ന് പറയുന്നത് ആക്റ്റീവ് ലിങ്ക്. നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പം ആ ലിങ്ക് ആക്റ്റീവ് ആവും, ഓപ്പൺ ആയി വരും അല്ലേ, ആക്റ്റീവ് ആയിട്ട് വരും. സോ അത് ഗ്രീൻ കളറിലായിരിക്കും. ആ കളർ മറന്നു പോകരുത്. ലിങ്ക് ബ്ലൂ ആയിരിക്കും, ക്ലിക്ക് ചെയ്തിട്ടേ ഇല്ല. ക്ലിക്ക് ചെയ്യുമ്പം ആക്റ്റീവ് ലിങ്ക് ആവും, എ ലിങ്ക്, ആക്റ്റീവ് ലിങ്ക്. ഓക്കെ, അത് ഗ്രീൻ കളർ ആയിരിക്കും. ദെൻ വി ലിങ്ക് എന്ന് പറഞ്ഞാൽ എന്താ, വിസിറ്റഡ് ലിങ്ക്. ഓൾറെഡി നമ്മൾ വിസിറ്റ് ചെയ്ത ലിങ്ക് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഗൂഗിൾ ക്രോം ഒക്കെ യൂസ് ചെയ്യുമ്പോൾ പലരും കണ്ടിട്ടുണ്ടാവും. ഓൾറെഡി നമ്മൾ ക്ലിക്ക് ചെയ്തതാണെങ്കിൽ അത് പർപ്പിൾ കളറിലാണ് ഉണ്ടാവുക. അവിടെ പർപ്പിൾ കളറിൽ വിസിറ്റഡ് ലിങ്ക് ആണ് വി ലിങ്ക് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ ആ ലിങ്കുകളെ കുറിച്ച് സെപ്പറേറ്റും 2 മാർക്കിന്റെ 1 മാർക്കിന്റെ ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് വരാറുണ്ട്, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട് ലിങ്കിനെ കുറിച്ച് സെപ്പറേറ്റ്. അപ്പൊ നിങ്ങൾ ഈ ലിങ്ക്, എ ലിങ്ക്, വി ലിങ്ക് ഒക്കെ കൊടുക്കണം. ഏതിൻ്റെ അകത്ത്? ബോഡി ടാഗിന്റെ അകത്താണ്. ആൻഡ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഹൈപ്പർ ലിങ്കിന് എ എന്ന് പറയുന്ന ടാഗ് ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. എ എന്ന് പറയുന്ന ടാഗ് നമുക്ക് ഓൾറെഡി എന്തിനുണ്ട്? ലിങ്ക്, ഹൈപ്പർ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാനുണ്ട്. ആൻഡ് ലെഫ്റ്റ് മാർജിൻ ആൻഡ് ടോപ്പ് മാർജിൻ നമ്മൾ പറഞ്ഞു ഒരു HTML ബോഡിക്കകത്താണ്, ബോഡി ടാഗിന്റെ അകത്താണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ബോഡി ടാഗിന്റെ ആട്രിബ്യൂട്ട്സ് ആണ് പറയുന്നത്. സോ ഒരു വെബ് പേജിനകത്തുള്ള കണ്ടന്റ് ലെഫ്റ്റിൽ നിന്ന് എത്ര വിട്ടിട്ട് വേണം, എത്ര മാർജിൻ വേണം, ടോപ്പിൽ നിന്ന് എത്ര മാർജിൻ വേണം എന്ന് തീരുമാനിക്കാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ലെഫ്റ്റ് മാർജിനും ടോപ്പ് മാർജിനും എന്ന് പറയുന്ന 2 ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്യുന്നത്. സോ ബോഡി ലെഫ്റ്റ് മാർജിൻ 60 എന്ന് കൊടുത്തിട്ടുണ്ട്, ടോപ്പ് മാർജിൻ 70 എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ആ കണ്ടന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ലെവലിൽ കിട്ടും. അപ്പൊ മക്കളെ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളിപ്പോൾ ഓരോ എക്സാമ്പിൾ പറഞ്ഞപ്പോഴും ഓരോ ബോഡിന്റെ ടാഗ്, ബോഡി അതിന്റെ ടാഗിന്റെ പേര് അങ്ങനെയല്ലേ കൊടുത്തത്. അപ്പോൾ സെപ്പറേറ്റ് കൊടുക്കണം എന്നല്ല, ഒരു ബോഡിയെ ഒരു പ്രോഗ്രാമിൽ ഉണ്ടാവുള്ളൂ, ഒരു സ്ക്രിപ്റ്റിനകത്ത് ഒരു ബോഡിയെ ഉണ്ടാവുള്ളൂ. ആ ബോഡിക്ക് എത്ര ഈ പറഞ്ഞ എല്ലാ ആട്രിബ്യൂട്ട്സും നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ എക്സാമിന് എഴുതുന്ന സമയത്ത് നമുക്ക് ഫുൾ മാർക്കാണ് നമ്മുടെ ലക്ഷ്യം അല്ലേ. അപ്പോൾ ഈ ഒരു ബോഡി ടാഗ് എന്ന് ചോദിക്കുന്ന 5 മാർക്കും നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതുപോലെ 1 by 1 ആയിട്ട് ആ ഒരു നീറ്റായിട്ട് എന്ത് ചെയ്യണം? എക്സ്പ്ലനേഷൻ കൊടുക്കണം. എക്സ്പ്ലനേഷൻ കൊടുത്താൽ ഷുവർ ആയിട്ട് നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടും. ഇനി ഇതൊക്കെ കമ്പൈൻ ചെയ്ത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇതാ നോക്കിക്കോളൂ. HTML-നകത്ത് ഹെഡിനകത്ത് ടൈറ്റിൽ, ദിസ് ഈസ് ദ ടൈറ്റിൽ ഓഫ് ദ വെബ് പേജ്. ദെൻ ടൈറ്റിൽ കണ്ടെയ്നർ ടാഗ് ആണ്, അതുകൊണ്ട് അത് ക്ലോസ് ചെയ്തു. ഹെഡും കണ്ടെയ്നർ ടാഗ് ആണ്, അത് ക്ലോസ് ചെയ്തു. ആൻഡ് ബോഡി ടാഗിനകത്ത് BG കളർ ഈക്വൽ ടു സിയാൻ എന്ന് പറയുന്ന ഒരു കളർ നെയിം കൊടുത്തിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ട് കളർ ആണ്. ആൻഡ് ടെക്സ്റ്റ് ഈസ് ഈക്വൽ ടു ബ്ലൂ, അതിനകത്തുള്ള ടെക്സ്റ്റുകൾ ബ്ലൂ കളറിലാണ് കാണിക്കേണ്ടത്. ആൻഡ് ടോപ്പ് മാർജിൻ ആൻഡ് ലെഫ്റ്റ് മാർജിനും ഞാൻ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ദെൻ അതിനകത്തുള്ള കണ്ടന്റ് എന്താ? ഹലോ വെൽക്കം ടു ദ വേൾഡ് ഓഫ് വെബ് പേജ്. ദെൻ ബോഡി ടാഗ് ക്ലോസ് ചെയ്തു, അറിയാലോ കണ്ടെയ്നർ ടാഗ് ആണ്. HTML ടാഗ് ക്ലോസ് ചെയ്തു. സോ ഇതിന്റെ റിസൾട്ട് കണ്ടോ? ആ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ആ കളറാണ് എന്ത്? ആക്ച്വലി സിയാൻ എന്ന് പറയുന്ന കളറ്. ദെൻ ഇവിടുന്ന് കുറച്ച് സ്പേസ്, ടോപ്പ് മാർജിൻ അല്ലേ, ടോപ്പ് മാർജിൻ സ്പേസ് വിട്ടിട്ടുണ്ട്. ഇവിടുന്നും കുറച്ച് സ്പേസ് വിട്ടിട്ടുണ്ട്, ലെഫ്റ്റ് മാർജിൻ സ്പേസ് വിട്ടിട്ടുണ്ട്. ദെൻ ബ്ലൂ കളറിലാണ് എന്തുള്ളത്? കണ്ടന്റ് ഉള്ളത്. ദെൻ ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള കളർ എന്താണ്? സിയാൻ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത്? ബോഡി ടാഗിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടത്, ബോഡി ടാഗിന്റെ ആട്രിബ്യൂട്ട്സ് വരുന്നത്. അപ്പൊ മക്കളെ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് 5 മാർക്ക് അടിച്ചെടുക്കാൻ പറ്റും. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണണം. അതുപോലെ തന്നെ എക്സാമിന്റെ തലേ ദിവസം മാരത്തോൺ ഉണ്ടാവും. എല്ലാവരും വരണം, നമുക്ക് അടിച്ചു പൊളിച്ച ഓണം എക്സാം അങ്ങോട്ട് സെറ്റ് ആക്കാം. അപ്പൊ ലൈവിലും കാണാം, നെക്സ്റ്റ് വീഡിയോയിലും കാണാം. ബൈ.